Hi, this is Siyad Illegal. Welcome to Market Outlook, sponsored by Delta Exchange, leading cryptocurrency trading platform in India. 750 പോയിന്റിൻ്റെ അടുത്ത് ഫോൾ രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. FIs ഏകദേശം 15,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് നടത്തിയ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻസിൽ നമ്മുടെ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം പേറോൾ ഡേറ്റ സ്ട്രോങ് ആയത് കാരണം US മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് ഇടിഞ്ഞു. ഡോയെല്ലാം തന്നെ 1.6% ഒരു ഇടിവിലാണ് ഉള്ളത്. നിഫ്റ്റി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ മുകളിൽ ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ 3:30ക്ക് ശേഷമുള്ള ക്ലോസിങ്ങിന് ശേഷം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ദിവസം നിഫ്റ്റി ആയിട്ടില്ല എങ്കിൽ നമുക്ക് 100 പോയിൻറ്റിൽ മുകളിലുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി തിങ്കളാഴ്ച ഒരു 6:30 മണി മുതൽ 9:30 മണി വരെയുള്ള ആ ഒരു ടൈം സ്പാനിനുള്ളിൽ ഈ ഒരു ST അല്ല നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇടിവ് നികത്തണം. അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം നമുക്ക് ഉണ്ടാകാൻ സാധ്യത. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം, ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 1.5% ഇടിഞ്ഞു, ഡോ 1.5% ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് തിങ്കളാഴ്ചയിലെ മൺഡേ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 750 പോയിൻറ്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 24,437 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഇനി പ്രധാനമായിട്ടും FIs, DIസിൻ്റെ ആക്ടിവിറ്റീസ്. FIs കാണാം, എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സായിരുന്നു. 15,000 കോടി രൂപ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ. DIs കാണാം, എല്ലാ ദിവസവും നെറ്റ് ബയേഴ്സായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ. പക്ഷേ മാർക്കറ്റിന് അത് മുകളിലേക്ക് പോകാനോ ഇടിവിന് കുറവ് വരുത്താനോ DIസിൻ്റെ ബൈയിങ്ങിന് പറ്റിയിട്ടില്ല. ഇനി ഈ ആഴ്ച ഒരുപാട് വലിയ ഈവൻറ്റുകളുള്ള ഒരാഴ്ചയാണ്. ശ്രദ്ധിച്ച് കാണുക. US ജാനുവരി 13 ട്രേഡ് ബാലൻസ്, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 4 മണിക്ക്. അടുത്ത ദിവസം ജാനുവരി 14 PPI ഡേറ്റ US നിന്ന് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ. ജാനുവരി 15 US ഇൻഫ്ലേഷൻ, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, UK ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ ട്രേഡ് ബാലൻസ്. അടുത്ത ദിവസം US കോർ റീറ്റെയിൽ സെയിൽസ്, യൂറോസോണിലെ ഇൻഫ്ലേഷൻ, UK GDP, ചൈന GDP, ജർമ്മൻ ഇൻഫ്ലേഷൻ ഡേറ്റ. അങ്ങനെ ഭീകരമായ രീതിയിലുള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് ഈ വരുന്ന ആഴ്ച. അപ്പോൾ അത് മാർക്കറ്റിൽ അതീവ വോളറ്റിലിറ്റി സൃഷ്ടിക്കാൻ കാരണമാകും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഡേറ്റ, നമ്മുടെ ഡിവിഡൻറ്റിൻ്റെ ഡേറ്റ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡിവിഡൻറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം പേര് വായിക്കുന്നില്ല. TCSൻ്റെ ഡിവിഡൻറ്റ് കാണാം, 10 രൂപ. അതുപോലെ തന്നെ ഏഞ്ചലിൻ്റെ ഡിവിഡൻറ്റ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഡിവിഡൻറ്റ് ടാബിൽ ലഭ്യമാണ്. അത് നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. അത് ഞാൻ ഇൻഡെപ്തായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് വേറെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഏകദേശം 91 കമ്പനീസ് 3.73 lakh crores IPOയിലൂടെ സമാഹരിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഇതിൽ 3.3 ബില്യൻ്റെ ഹ്യുണ്ടായിയുടെ IPO ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം LGയുടെ 1.3 ബില്യൻ്റെ IPO ഉൾപ്പെടെ 90 കമ്പനീസ് IPO ഫയലിന് വേണ്ടിയിട്ട് സെബിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. അപ്പോൾ ഈ ഒരു വർഷം IPO മേള നടക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ ഇന്ത്യയുടെ CLSA, HSBC തുടങ്ങിയ 2 റേറ്റിംഗ് ഏജൻസീസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ന്യൂട്രൽ എന്ന രീതിയിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത്. US മാർക്കറ്റിലെ ട്രഷറി ബോണ്ട് ഈൽഡ് അത് 2023 നവംബറിന് ശേഷമുള്ള ഒരു വലിയ സ്പൈക്ക് നടത്തി. അതും കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ US മാർക്കറ്റിൻ്റെ ഇടിവിന് കാരണമായി. കൂടാതെ US മാർക്കറ്റിൽ നിന്ന് 4th ക്വാർട്ടർ ഏണിങ്ങുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇതിൽ JP മോർഗൻ, വെൽ ഫാർഗോ, ഗോൾഡ്മാൻ സാക്ക്, സിറ്റി ഗ്രൂപ്പ് തുടങ്ങിയ വമ്പന്മാരായിട്ടുള്ള കമ്പനികളുടെ റിസൾട്ട് അടുത്ത ആഴ്ച ഉണ്ടാവും. എന്തുമാത്രം വോളറ്റിലിറ്റി നിറഞ്ഞ ഒരാഴ്ചയായിരിക്കാം നമുക്ക് ഉണ്ടാവുക.
ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ ഓൺലൈനായിട്ടും കൊച്ചിയിലെ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഓഫ്ലൈനായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഈസി ട്രിപ്പ് പ്ലാനേഴ്സാണ്. അപ്പോൾ ഇവർ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ കമ്പനി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഓട്ടോ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഓൾ ഇന്ത്യ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വാർട്ടറിൽ സെയിൽസ്, കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ സെയിൽസ് മെച്ചപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒബ്രോയ് റിയാലിറ്റി കമ്പനി ബാന്ദ്ര അവിടുത്തെ സ്ലം റീഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഒബ്രോയ് റിയാലിറ്റി എന്ന് പറഞ്ഞ റിയാലിറ്റി കമ്പനിക്കാണ്. ഓല ഇലക്ട്രിക്കിന് വീണ്ടും കസ്റ്റമർ കംപ്ലൈൻറ്റ് ലഭിച്ചു. ജസ്റ്റ് ഡെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്ന് 131 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 8% ഉയർന്നു. അതുപോലെ തന്നെ വാരിയസ് എനർജി കമ്പനി അവർ എഞ്ചൽ ഗ്രീൻ പവർ ഇന്ത്യനെ 792 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. ICC ലംബോർഡ് കമ്പനിക്ക് അവർക്ക് ടാക്സ് റിലീഫ് 174 കോടി രൂപയുടെ ലഭിച്ചു. ബജാജ് ഓട്ടോ അവരുടെ പുതിയ പൾസർ RS 200 ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. പോളി മെഡിക്യൂർ കമ്പനി ഇവർ ആംഫിൻ എന്ന് പറഞ്ഞ കമ്പനി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഹരിയാനയിൽ സോളാർ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. NCL ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ Q3 അപ്ഡേറ്റ് വന്നു. സിമൻറ്റ് പ്രൊഡക്ഷൻ 12% ഇടിഞ്ഞു. PCBL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഇടിഞ്ഞു. റവന്യൂ 21% അപ്പായിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.